الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷേഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാ കിതാബു തഹാറത്തിൽ കഴിഞ്ഞ അധ്യായത്തിൽ സംസാരിച്ച വിഷയം അശുദ്ധിയുള്ള ഒരാൾക്ക് നിഷിദ്ധമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഉള്ള ആളുകൾ അവർ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത അധ്യായം ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ പ്രധാനമുള്ള ഒരു അധ്യായമാണ്. ബാബുൻ ഫി ആദാബി ഖദാഇൽ ഹാജ. ഖദാഉൽ ഹാജത്തിൻ്റെ മര്യാദകൾ. ഖദാഉൽ ഹാജത്ത് എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആവശ്യപൂർത്തീകരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലമൂത്ര വിസർജനമാണ്. അതിൽ പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ചാണ് പറയുന്നത്. മുസന്നിഫ് പറയുന്നു, ഇഅലം വഫഖനില്ലാ വഫഖനി അല്ലാഹു വ ഇയ്യാക് വ ജമീഅൽ മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നല്ലത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. അന്ന ദീനന കാമിലുൻ മുതകാമിലുൻ. നമ്മുടെ ദീൻ, അള്ളാഹു നമുക്ക് തിരഞ്ഞെടുത്ത് നൽകിയ പരിശുദ്ധ ദീൻ അൽ ഇസ്ലാം, അത് സ്വയം തന്നെ സമ്പൂർണ്ണമാണ്. അതിലുള്ള മറ്റുള്ള എല്ലാ ഘടകങ്ങളും എല്ലാ മേഖലകളും ഒത്തുനോക്കുമ്പോഴും സമ്പൂർണ്ണമായ ദീനാണ്. മാ തറക ശൈഅൻ മിമ്മാ യഹ്താജുഹു നാസു ഫീ ദീനിഹിം വദുനിയാഹും ഇല്ലാ ബയ്യന. ജനങ്ങൾക്ക് അവരുടെ ദീനിലോ ദുനിയാവിലോ ഭൗതികമായ ജീവിതത്തിലും നാളെ ആഖിറത്തിലും എന്തിലേക്കാണോ മനുഷ്യർ ആവശ്യക്കാരായിത്തീരുന്നത്, അങ്ങനെയുള്ള ഒരു വസ്തുവും അള്ളാഹു വിശദീകരിക്കാതെ വിട്ടിട്ടില്ല. എന്താവശ്യമുണ്ടോ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും അതേപോലെ സാമ്പത്തിക മേഖലകളിൽ, സാമൂഹിക രംഗങ്ങളിൽ, കുടുംബങ്ങളിൽ, എല്ലാ മേഖലകളിലും എന്താണോ ഒരു മനുഷ്യന് ആവശ്യം അതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഒമിൻ ദാലിക ആദാബു ഖദാഇൽ ഹാജ. അതിൽപ്പെട്ടതാണ് ഖദാഉൽ ഹാജത്തിൻ്റെ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആദാബുകൾ. ഇത് വളരെ സൂക്ഷ്മമായി എന്ത് ചെയ്യുന്നുണ്ട്, ഷറയിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മര്യാദകൾ എന്നുള്ളത്. എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? ലിയതമയ്യസൽ ഇൻസാനുല്ലദീ കറമഹുല്ലാഹു അനിൽ ഹയവാനി ബിമാ കറമഹുല്ലാഹു ബി. മനുഷ്യർ വ്യതിരിക്തരാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ആദമിനെ, മനുഷ്യരെ എന്ത് ചെയ്തിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം. അപ്പോൾ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് അള്ളാഹു ആദരിച്ചിരിക്കുന്നവരാണ് മനുഷ്യർ.
അവരിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് വേർപെടാൻ വേണ്ടിയിട്ടാണ്. നാൽക്കാലികളെ പോലെയുള്ളവരല്ല മനുഷ്യർ, അവർക്ക് എന്തുണ്ട്, ചില സവിശേഷതകളുണ്ട്. ഫദീനുനാ ദീനുൻ നദാഫത്തി വദീനു തുഹ്രി, നമ്മുടെ ദീൻ വൃത്തിയുടെ, ശുദ്ധിയുടെ മതമാണ്. ഫഹുനാക ആദാബുൻ ശർഇയ്യ, ഇവിടെ ശരീഅത്തിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്ന ചില ആദാബുകളുണ്ട്, മര്യാദകളുണ്ട്. തുഫഅലു ഇൻദ ദുഖൂലിൽ ഖലാഇ, എപ്പോഴാണ് ആ ആദാബുകൾ പാലിക്കേണ്ടത്? അവൻ മലമൂത്ര വിസർജനത്തിനു വേണ്ടി പ്രവേശിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വഹാല ഖദാഇൽ ഹാജ വഇൻദൽ ഖുറൂജി മിൻ, അതേപോലെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള മര്യാദകൾ, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഫഇദാ അറാദൽ മുസ്ലിമു ദുഖൂലൽ ഖലാ, ഒന്നാമതായിട്ട് ഒരാൾ ഖലായിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ, ഖലാ എന്ന് പറഞ്ഞാൽ വഹുവ അൽ മഹല്ലുൽ മുഅദ്ദു ലിഖദാഇൽ ഹാജ, മലമൂത്ര വിസർജനത്തിന് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്ന സ്ഥലത്തിനാണ് ഖലാ എന്ന് പറയുക. അതിനുവേണ്ടി കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന മൂത്രപ്പുരകൾ അല്ലെങ്കിൽ ബാത്റൂമുകൾ, ഇങ്ങനെയുള്ള കെട്ടിയുണ്ടാക്കപ്പെട്ടിരിക്കുന്നതായ സ്ഥലം, ഇതിനാണ് ഖലാ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരാൾ ഖലായിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ ഫഇന്നഹു യുസ്തഹബ്ബു ലഹു അൻ യഖൂൽ, അവൻ പറയൽ സുന്നത്താണ്. എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാ അഊദു ബില്ലാഹി മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറയണം. അപ്പോൾ ആദ്യമേ തന്നെ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നു, എന്നിട്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു, ഉപദ്രവങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അഊദു ബില്ലാഹി മിനൽ ഖുബൂസി വൽ ഖബായിസ്, അൽ ഖുബൂസു വൽ ഖബായിസ് എന്ന് പറഞ്ഞാൽ ആൺ പെൺ ഷൈത്വാന്മാർ, അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന്. മാലിന്യങ്ങൾ എവിടെയുണ്ടോ അവിടെയാണ് ഷൈത്വാന്മാരുടെ വാസസ്ഥലം. അതുകൊണ്ട് അവരുടെ ഉപദ്രവങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് ആദ്യമേ തന്നെ എന്ത് ചെയ്യണം, രക്ഷ ചോദിക്കുകയാണ്. ഏത് കാര്യത്തിലും ശർഅ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പ്രിക്കോഷൻ, അപകടങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ ആദ്യമേ എന്ത് ചെയ്യണം, പാലിക്കണം. ധാരാളം ദുആകളിൽ അത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വ മിൻ സയ്യിആതി അഅമാലിനാ, നബി നിരന്തരം പ്രാർത്ഥിക്കുന്നതാണ്. നഫ്സുകൾ ഉണ്ടാക്കുന്ന ഷർറുകളിൽ നിന്ന് ആദ്യമേ ദുആ ചെയ്യുന്നു. ഇനി എന്തെങ്കിലും തിന്മ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിന് ശേഷം വീണ്ടും അതിൽ രക്ഷപ്പെടാൻ ദുആ ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ദുആ ചെയ്യുകയാണ്. വയുഖദ്ദിമു റിജ്ലഹുൽ യുസ്റാ ഹാലദ് ദുഖൂൽ, അതേപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാലിനെ മുന്തിക്കുകയും വേണം പ്രവേശിക്കുന്ന സമയത്ത്. വഇൻദൽ ഖുറൂജി യുഖദ്ദിമു റിജ്ലഹുൽ യുംന, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാലിനെയാണ് എന്ത് ചെയ്യേണ്ടത്, ആദ്യം പുറത്തു വെക്കേണ്ടത്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന സുന്നത്താണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ വയഖൂൽ ഗുഫ്രാനക് എന്ന് പറയണം, ഗുഫ്രാനക് എന്ന് പറയണം. അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയാണ്. ചില റിപ്പോർട്ടുകളിൽ അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അൽ അദാ വആഫാനി എന്നുണ്ട്. അത് പൂർണ്ണമായും സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയല്ല. ഗുഫ്രാനക് എന്നുള്ളതിന് ചില ഉലമാക്കൾ സ്വീകാര്യയോഗ്യമായ ദിക്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വആഫാനി, അള്ളാഹുവിന് സ്തുതി, അവൻ എന്നിൽ നിന്ന് മാലിന്യങ്ങളും അപകടകരമായ കാര്യങ്ങളും നീക്കുകയും എനിക്ക് ആഫിയത്ത് നൽകുകയും ചെയ്തു. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ്. അതിൻ്റെ ആശയം വളരെ സമ്പൂർണ്ണമാണ്. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഒരാൾ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ അതിലുള്ള മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു, പുറന്തള്ളാനുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഇത് സാധിച്ചതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അതിന് അള്ളാഹു എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സൗഭാഗ്യം നൽകി, എൻ്റെ മാലിന്യങ്ങൾ നീക്കി തന്നു. അതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലാണ് പഠിച്ചതെന്ന് തോന്നുന്നു അല്ലേ, ഗർഭസ്ഥ ശിശു ഹൈളിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? അതായത് ഗർഭസ്ഥ ശിശുവിനെന്ത് ചെയ്യും, അവൻ്റെ പൊക്കിൾ കുടിയിലൂടെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ആഹാരം കൊടുക്കുന്നുണ്ട്. ഇത് നേരെ നാടിഞരമ്പുകളിലേക്ക് പോവുകയാണ്. ഷെയ്ഖ് ഹുസൈമി റഹ്മഹുള്ള പറയുന്നത് കാണാം,
എന്തുകൊണ്ടാണ് വായിലൂടെയും മറ്റും അല്ലെങ്കിൽ മൂക്കിലൂടെയും ഭക്ഷണം കൊടുക്കാത്തത്? വായിലൂടെയും മൂക്കിലൂടെയും ഭക്ഷണം പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? അവിടെ ദഹനപ്രക്രിയകൾ ഉണ്ടാകേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ മാലിന്യങ്ങളുണ്ടാകും. ആ മാലിന്യം എന്ത് ചെയ്യണം? പുറന്തള്ളേണ്ടതുണ്ട്. അപ്പോൾ അത് സാധ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. ഗർഭസ്ഥ ശിശുവിന് എന്ത് ചെയ്യുന്നു? ഉമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വേണ്ടുന്ന ഊർജ്ജങ്ങൾ എന്ത് ചെയ്യുന്നു? പൊക്കൽ കൊടിയിലൂടെ നേരെ നാടിഞരമ്പുകളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികം കിട്ടുന്നുണ്ടാവും, മാലിന്യങ്ങൾ പുറന്തള്ളണം. അപ്പോൾ അതിനെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം, ധാരാളം രോഗികൾ നാം കണ്ടിട്ടുണ്ടാവും, മൂത്രമൊഴിക്കാൻ സാധിക്കാത്ത, അതല്ലെങ്കിൽ അത് ശുദ്ധീകരിക്കുന്ന പ്രക്രിയകൾ, കിഡ്നിയും പോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരാൾക്ക് അള്ളാഹു ആരോഗ്യം നൽകുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാകുന്നത് എപ്പോഴാണ്? രോഗങ്ങൾ പിടിപെടുമ്പോഴാണ്. അള്ളാഹു അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് നാം ഏവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ ബാധിച്ച ആളുകൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, നന്ദി പ്രകാശിപ്പിക്കുകയാണ്. വദാലിക അന്നൽ യുംനാ തുസ്തഅമലു ഫീമാ മിൻ ശഅനിഹി അത്തക്രീം വത്തജ്മീൽ. അപ്പോൾ പ്രവേശിക്കുമ്പോൾ വലത് കാല് വെക്കണമെന്ന് പറഞ്ഞു. എന്താണ് അതിന് കാരണം? സാധാരണ രീതിയിൽ ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭംഗിയാക്കുന്ന കാര്യങ്ങൾ അത് എന്ത് ചെയ്യുന്നു? വലത് കാല് കൊണ്ടും, അതേപോലെ തന്നെ വൽയുസ്റാ തുസ്തഅമലു ഫീമാ മിൻ ശഅനിഹി ഇസാലത്തുൽ അദാ വനഹി, മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ട അതിന് നീക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതിൽ എന്ത് ചെയ്യും? ഇടതനെയുമാണ് സാധാരണ മുന്തിക്കുന്നത് എന്നുള്ളതിനാലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതായിരുന്നു എന്നുള്ളതിനാൽ. വഇദാ അറാദ അൻ യഖ്ദിയ ഹാജതഹു ഫി ഫദാഇൻ. അപ്പോൾ ഇത് ഒരാൾ ഖലായിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്, അതായത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച റൂമുകളിൽ പ്രവേശിക്കുമ്പോഴാണ് വലത് കാല് മുന്തിക്കുകയും അതേപോലെ തന്നെ ഇടത് കാല് ഇറങ്ങുമ്പോൾ വലത് കാല് പിന്തിക്കുക, കയറുമ്പോൾ ഇടത് കാല് മുന്തിക്കുക, ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക? വലത് കാല് മുന്തിക്കുക ചെയ്യേണ്ടത്. ഇനി ഒരാൾ മലമൂത്ര വിസർജനം കെട്ടിയുണ്ടാക്കപ്പെട്ട സൗകര്യങ്ങളില്ല, ഫദായിലാണ്. വഇദാ അറാദ അൻ യഖ്ദിയ ഹാജതഹു ഫി ഫദാഇൻ, തുറന്ന പ്രദേശങ്ങൾ, അതായത് അതിനുവേണ്ടി കെട്ടിയുണ്ടാക്കാത്ത സ്ഥലങ്ങൾ, അവിടെയാണ് ഒരാൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എങ്കിൽ ഐ ഫി മഹല്ലിൻ ഗൈരി മുഅദ്ദിൻ ലിഖളാഇൽ ഹാജ, അതായത് മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് സജ്ജീകരിക്കപ്പെടാത്തതായ സ്ഥലം എങ്കിൽ ഫഇന്നഹു യുസ്തഹബ്ബു ലഹു അൻ യബ്ഉദ അനിന്നാസ്. അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യണം? ജനങ്ങളിൽ നിന്ന് വിദൂരത്താകണം. ജനങ്ങൾ കാണുകയെ എന്ത് ചെയ്യാൻ പാടില്ല? ഇതുപോലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ പാടില്ല. ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട വളരെ പ്രാധാന്യം, അടിസ്ഥാനപരമായ മര്യാദയിൽപ്പെട്ടതാണത്. നമുക്കറിയാം, ധാരാളം ആളുകൾ വഴിവക്കിലും മറ്റൊക്കെ ഇരുന്നിട്ട് ഇത് സാധിക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും, യാത്രയിലും മറ്റുമല്ല. ഇത് ഒരു മുസ്ലിമിന് അനുയോജ്യമായ രീതിയല്ല. ആളുകളിൽ നിന്ന് എന്ത് ചെയ്യണം? മറ ഉണ്ടാകണം, മറ വേണം. ബിഹൈസ് യക്കൂനു ഫി മക്കാനിൻ ഖാലിൻ, അതായത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിരിക്കണം. ആളുകൾ ഇങ്ങനെ പാസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക? ആവശ്യപൂർത്തീകരണം നടത്തുക എന്നുള്ളത് ശരിയായ രീതിയല്ല. വയസ്തത്തിർ അനിൽ അൻവാരി ബിഹായിത്തിൻ ഔ ഷജറത്തിൻ ഔ ഗൈരി ദാലിക്, ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് എന്ത് ചെയ്യുക? മറ സ്വീകരിക്കണം. ഏതെങ്കിലും ഒരു മതിലോ അല്ലെങ്കിൽ വൃക്ഷമോ അതല്ലാത്ത ഏതെങ്കിലും ഒരു മറഞ്ഞ സ്ഥലത്ത് പോയിരിക്കുക എന്നുള്ളതാണ് പാലിക്കേണ്ടത്. വയഹ്റുമു അൻ യസ്തഖ്ബിലൽ ഖിബ്ലത ഔ യസ്തദ്ബിറഹ, അങ്ങനെ നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഖിബ്ലക്ക് മുന്നിട്ട് ഇരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പിന്നിട്ടിരിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. ഹാല ഖദാഇൽ ഹാജ, മലമൂത്ര വിസർജനത്തിൻ്റെ സമയത്ത് ഖിബ്ലയുടെ നേരെ ഇരിക്കാൻ പാടില്ല, ഒഴിഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത് എങ്കിൽ. അല്ലെങ്കിൽ ഖിബ്ലക്ക് പിന്നിട്ടും ഇരിക്കാൻ പാടില്ല. ഇത് രണ്ടും നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതാണ്. ബൽ യതഹറഫു അൻഹ, എന്നാൽ എന്ത് ചെയ്യണം? അതിൽ നിന്ന് തിരിഞ്ഞിരിക്കണം. കാരണം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ഇസ്തിഖ്ബാലിൽ ഖിബ്ലത്തി വസ്തിദ്ബാരിഹ ഹാല ഖളാഇൽ ഹാജ. ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിച്ച ഹദീസിലുണ്ട്, ഖളാഉൽ ഹാജത്തിൻ്റെ സമയത്ത് ഖിബ്ലക്ക് മുന്നിടുന്നതിനെയും പിന്നിടുന്നതിനെയും എന്ത് ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു എന്നുള്ള കാരണത്താൽ. വഅലൈഹി അൻ യതഹറസ മിൻ റഷാഷിൽ ബൗലി, അതേപോലെ തന്നെ റഷാഷുൽ ബൗൽ എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന അതിൻ്റെ കണികകൾ, അത് അവൻ സൂക്ഷിക്കണം. അൻ യുസിയബ ബദനഹു ഔ സൗബഹു, അവൻ്റെ വസ്ത്രത്തിലേക്ക് തെറിക്കുന്നതിനെ അല്ലെങ്കിൽ ശരീരത്തിലേക്ക് തെറിക്കുന്നതിനെ തൊട്ട് അവൻ സൂക്ഷ്മത പാലിക്കണം. ഫയർത്താദു ലിബൗലിഹി മക്കാനൻ റിഖ്വ, അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണം?
മലമൂത്ര മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് അവൻ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം റിഹ്വ എന്ന് പറഞ്ഞാൽ മൃദുലമായ സ്ഥലമായിരിക്കണം. നല്ല ഉറച്ച സ്ഥലത്തേക്ക് മൂത്രം ഒഴിച്ചാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് തെറിക്കും ശരീരത്തിലേക്കും വസ്ത്രത്തിലേക്കും. അങ്ങനെയല്ലാത്തതായ സ്ഥലമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഹത്താ ലാ യതതായറ അലൈഹി ശൈഉൻ മിൻ, അതിൽ നിന്നൊന്നും പാറി വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ ശരീരത്തിലേക്ക് തെറിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൂത്രമൊഴിക്കുമ്പോൾ അതിനുള്ള സ്ഥലം എന്ത് ചെയ്യണം? അതല്ലെങ്കിൽ നല്ല ആഴത്തിലേക്ക് എന്ത് ചെയ്യണം? മൂത്രം തെറിച്ചു വരാൻ സാധ്യതയില്ലാത്ത രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്, സജ്ജീകരിക്കേണ്ടത്. വലാ യജൂസു ലഹു അൻ യമസ്സ ഫർജഹു ബിയമീനി, അതേപോലെ തന്നെ വലത് കൈ കൊണ്ട് അവൻ്റെ ഗുഹ്യാവയവത്തിൽ സ്പർശിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അടുക്കലും അത് കറാഹത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. മൂത്രമൊഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? വലത് കൈ കൊണ്ട് അതിനെ സ്പർശിക്കുക എന്നുള്ളത് പാടില്ല. വകദാലിക ലാ യജൂസു ലഹു അൻ യഖ്ളിയ ഹാജതഹു ഫീ ത്വരീഖിൻ നാസ്, അതേപോലെ തന്നെ ജനങ്ങളുടെ വഴിയിൽ ഖളാഉൽ ഹാജത്ത് നിർവഹിക്കുക എന്നുള്ളതും അനുവദനീയമല്ല, അത് പാടില്ലാത്തതാണ്. ഔ ഫീ ദില്ലിഹിം, അല്ലെങ്കിൽ ജനങ്ങൾ തണൽ കൊള്ളാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ, വിശ്രമിക്കാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ. ഔ മവാരിദി മിയാഹിഹിം, അല്ലെങ്കിൽ അവരുടെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ, കിണറുകളോ അല്ലെങ്കിൽ ചെറിയ തടാകങ്ങളോ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഹൗദുകളോ, അങ്ങനെയുള്ള വെള്ളത്തിൻ്റെ തടാകങ്ങൾ, സ്രോതസ്സുകൾ. കാരണം നഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. ലിമാ ഫീഹി മിനൽ ഇദ്റാരി ബിന്നാസി വഅദിയതിഹിം, അതിൽ ജനങ്ങളെ ദ്രോഹിക്കലുണ്ട്, പ്രയാസപ്പെടുത്തലുണ്ട് എന്നുള്ളതിനാൽ അത് പാടില്ലാത്തതാണ്. വലാ യദ്ഖുലു മൗദിഅൽ ഖലാഇ ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹി അസ്സ വജൽ, അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ ദിക്ർ അടങ്ങിയ ഏതെങ്കിലും വസ്തു അതുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന ഖലായിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഓ ഫീഹി ഖുർആനുൻ, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഖുർആനുണ്ട്, മുസ്ഹഫുണ്ട്, ഇതുമായി ഖലായിൽ പ്രവേശിക്കരുത്. ഫൈൻ ഖാഫ അലാ മാ മഅഹു മിമ്മാ ഫീഹി ദിക്റുല്ലാഹ്, ഇനി ഒരാളുടെ കയ്യിൽ ഖുർആനുണ്ട്, അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന ഏതെങ്കിലും വസ്തുവുണ്ട്, ഇൽമിൻ്റെ കിതാബുകളോ മറ്റോ, ഇത് പുറത്ത് വെച്ച് കയറിയാൽ ചിലപ്പോൾ നഷ്ടപ്പെടുമെന്ന് ഭയമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ജാസ ലഹു ദുഖൂലു ബിഹി, അതുകൊണ്ട് പ്രവേശിക്കൽ അനുവദനീയമാണ്. വയുഗത്തി, പക്ഷെ എന്ത് ചെയ്യണം? അത് മറച്ചു വയ്ക്കണം. അത് പരസ്യമാകുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? തുറന്നു വെച്ചുകൊണ്ട് പ്രവേശിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. വലാ യംബഗി ലഹു അൻ യതകല്ലമ ഹാല ഖളാഇൽ ഹാജ, അതേപോലെ തന്നെ ഖളാഉൽ ഹാജത്തിൻ്റെ, മലമൂത്ര വിസർജനത്തിൻ്റെ സമയത്ത് സംസാരിക്കുക എന്നുള്ളതും പാടില്ലാത്തതാണ്. ഫഖദ് വറദ ഫിൽ ഹദീസ് അന്ന അല്ലാഹ യംഖുതു അലാ ദാലിക, അല്ലാഹു അതിനെ വെറുക്കുന്നു എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. സംസാരിക്കുന്നതിൻ്റെ ഹുക്മ് അത് പാടില്ല എന്നുള്ളതാണ്, അത് വെറുക്കപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരാൾക്കൊരാവശ്യം വന്നു മലമൂത്ര വിസർജനത്തിൻ്റെ സമയത്ത്, ആ സമയം ആ ആവശ്യം സംസാരിക്കാൻ വേണ്ടി ആവശ്യം വന്നാൽ എന്ത് ചെയ്യുക? സംസാരിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ്. വെള്ളമില്ലാതെ വന്നു, അതല്ലെങ്കിൽ ഒരാളൊരു അപകടത്തിൽപ്പെടുന്നത് കാണുന്നു, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാം? സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതല്ലാതെ സംസാരിക്കുക എന്നുള്ളത് എന്തല്ല? ഉചിതമായ കാര്യമല്ല. വയഹ്റുമു അലൈഹി ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. ഫൈദാ ഫറഗ മിൻ ഖളാഇൽ ഹാജ, ഇനി ഒരാൾ മലമൂത്ര വിസർജനത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫഇന്നഹു യുനവ്വിഫുൽ മഖ്റജ, വിസർജ്യം പുറത്തു വന്ന സ്ഥലം വൃത്തിയാക്കണം. എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്? ഒന്നുകിൽ ബിൽ ഇസ്തിൻജാഇ ബിൽ മാ, വെള്ളം കൊണ്ട് അവൻ അതിനെ ശുദ്ധീകരിക്കണം. ഔ ബിൽ ഇസ്തിജ്മാരി ബിൽ അഹ്ജാർ, അല്ലെങ്കിൽ കല്ല് പോലുള്ളത് കൊണ്ട് ഇസ്തിജ്മാർ നടത്തണം. കല്ലുകൊണ്ട് ശുദ്ധീകരിക്കുന്നതിനാണ് ഇസ്തിജ്മാർ എന്ന് പറയുന്നത്. കല്ലോ അതുപോലുള്ള വസ്തുക്കൾ കൊണ്ടോ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നതിന് ഇസ്തിൻജാ എന്ന് പറയുന്നു. ഔമാ യഖൂമു മഖാമഹ, അല്ലെങ്കിൽ കല്ലിന് സ്ഥാനത്ത് നിൽക്കുന്ന വേറെ ഏതെങ്കിലും വസ്തുക്കൾ, ടിഷ്യൂകളോ ടിഷ്യൂ പേപ്പറുകളോ അല്ലെങ്കിൽ അതുപോലുള്ളതായ വസ്തുക്കൾ. വഇൻ ജമഅ ബൈനഹുമാ ഫഹുവ അഫ്ളൽ, രണ്ടും ഒരാൾ ഉപയോഗിച്ചാൽ അതെന്താണ്? കൂടുതൽ നല്ലതാണ് എന്ന അഭിപ്രായപ്പെട്ട ഉലമാക്കളുണ്ട്. ചില ഉലമാക്കൾ പറയുന്നത് എന്താണ്? ആദ്യം കല്ലുകൊണ്ട് ശുദ്ധീകരണം ചെയ്യുന്നു, അതിനുശേഷം വെള്ളം ഉപയോഗിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൈ എന്ത് ചെയ്യില്ല? മാലിന്യത്തിൽ സ്പർശിക്കുകയില്ല. അതുകൊണ്ട് അത് ഉണ്ട് എന്ന് ചില ഉലമാക്കൾ പറയുന്നുണ്ട്. ഏതാണെങ്കിലും ഏതെങ്കിലും ഒന്ന് എന്താണ്? മതിയാകുന്നതാണ്. രണ്ടും കൂടി ജംഅ ചെയ്താൽ അഫ്ളലാണ് എന്നുള്ളതാണ്. വഇൻ ഖതസറ അലാ അഹദിഹിമാ കഫ, രണ്ടാലൊന്നിൽ ചുരുക്കിയാൽ അത് മതിയാകുന്നതാണ്.
രണ്ടും കൂടി ജമ ചെയ്യുന്നതിലേക്ക് പ്രത്യേകിച്ച് എന്തില്ല, തെളിവുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഏതെങ്കിലും ഒന്ന് മതിയാകും എന്നുള്ളത് തന്നെയാണ്. വൽ ഇസ്തിജ്മാറു യക്കൂനു ബിൽ അഹജാരി, ഇസ്തിജ്മാർ കല്ലുകൾ കൊണ്ട് ശുദ്ധീകരിക്കുന്നതിനാണ് ഇസ്തിജ്മാർ എന്ന് പറയുന്നത്. ഔമാ യക്കൂമു മക്കാമഹ, അല്ലെങ്കിൽ കല്ലിൻ്റെ സ്ഥാനത്ത്, അതായത് നിൽക്കുന്ന ഒന്ന്, മിനൽ വറഖി, പേപ്പറുകൾ, അൽ ഖഷിനി, കുറച്ച് ഉണങ്ങിയ തരത്തിലുള്ള മാലിന്യങ്ങൾ വലിച്ചെടുക്കാൻ പാകത്തിനുള്ളതായ പേപ്പറുകൾ, പറ്റുന്ന പേപ്പറുകൾ, വൽ ഖിറഖി, അല്ലെങ്കിൽ തുണിക്കഷ്ണങ്ങൾ, വനഹവി, അതുപോലുള്ളത്. ഇതെന്തായിരിക്കണം? മിമ്മ യുനക്കിൽ മഖറജ വ യുനഷിഫു, പുറത്തു വന്നതിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന, അതിനെ ഉണക്കാൻ പറ്റുന്ന വസ്തുവായിരിക്കണം എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ട് എന്ത് ചെയ്യാം? ഇസ്തിജ്മാർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു നിബന്ധനയുണ്ട്. വയുഷ്തറത്തു സലാസു മസഹാത്തിൻ മുൻഖിയത്തിൻ, 3 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം? ശുദ്ധി വരുത്തൽ ഷർത്താക്കപ്പെടും. വെള്ളം കൊണ്ട് ഒരു പ്രാവശ്യം കഴുകിയാൽ തന്നെ എന്താണ് മതിയാകും എങ്കിൽ, കല്ലുകൊണ്ട് ശുദ്ധീകരിക്കുമ്പോൾ 3 പ്രാവശ്യം എന്ത് ചെയ്യേണ്ടതുണ്ട്? ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ശുദ്ധിയാക്കുന്ന 3 മസഹാത്തുകൾ, 3 തടവലുകൾ എന്ത് ചെയ്യണം? വേണ്ടതുണ്ട്. ഫഅക്സറു, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ, ഇദാ അറാദ സിയാദ, കൂടുതൽ ആവശ്യം വന്നാൽ എന്ത് ചെയ്യാം? അതിനേക്കാൾ കൂടുതലും ചെയ്യാവുന്നതാണ്. പക്ഷേ കുറഞ്ഞത് 3 പ്രാവശ്യമാവുക എന്നുള്ളതാണ്. വലാ യജൂസുൽ ഇസ്തിജ്മാറു ബിൽ ഇദാമി വ റജീഇ ദവാബി, എല്ലുകൾ കൊണ്ട് ഇങ്ങനെ ശുദ്ധി വരുത്തുക എന്നുള്ളത് പാടില്ല. അതേപോലെ വ റജീഇ ദവാബി, നാൽക്കാലികളുടെ ഉണങ്ങിയ കാഷ്ടം, അതാണ് റജീ എന്ന് പറയുന്നത്, ഇതുകൊണ്ടും പാടില്ലാത്തതാണ്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ നിരോധിച്ചതായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. വ അലൈഹി അൻ യുസീല അസറൽ ഖാരിജി വ യുൻഷിഫ, നിർബന്ധമായിട്ടും അവൻ ഈ പുറത്തു വന്നതിൻ്റെ അസറുകൾ, അതിൻ്റെ അടയാളങ്ങൾ എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. മൂത്രത്തിൻ്റെ ആണെങ്കിലും കാഷ്ടത്തിൻ്റേതാണെങ്കിലും അതിനെ ഉണക്കിയെടുക്കണം. ഇസ്തിജ്മാർ ചെയ്യുമ്പോൾ, കല്ലുകൾ കൊണ്ട് ശുദ്ധി വരുത്തുമ്പോൾ. ലി അല്ലാ യബ്ഖാ ശൈഉം മിനൻ നജാസ അലാ ജസദി, അവൻ്റെ ശരീരത്തിൽ നജസിൽ നിന്ന് ഒന്നും തന്നെ അവശേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. വലി അല്ലാ തൻതഖില നജാസത്തു ഇലാ മക്കാനിൻ ആഖർ മിൻ ജസദിഹി ഔ സിയാബി, അങ്ങനെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കോ വസ്ത്രങ്ങളിലേക്കോ അത് നീങ്ങാതിരിക്കാനും വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? നീക്കം ചെയ്യുക എന്നുള്ളതാണ്. വഖാല ബഅദുൽ ഫുഖഹ, ചില ഫുഖഹാക്കൾ പറഞ്ഞു, ഇന്നൽ ഇസ്തിൻജാഅ അവൽ ഇസ്തിജ്മാറ ഷർത്തുൻ മിൻ ഷുറൂത്തി സിഹ്ഹത്തിൽ വുദൂഇ, വുദൂ ശരിയാകണമെങ്കിൽ ആദ്യമേ ഇസ്തിൻജാഉം ഇസ്തിജ്മാറും ചെയ്യണം. അത് വുദൂഇൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. വുദൂഇൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ് എന്ത് ചെയ്യുക? ആദ്യം മലമൂത്ര വിസർജനം ചെയ്താൽ ആദ്യമേ തന്നെ അത് ശുദ്ധീകരിക്കുക എന്നുള്ളത് അതിൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണെന്ന് ചില ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ലാ ബുദ്ദ അൻ യുസ്ബിഖ, അപ്പോൾ അതിന് വുദൂ ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം? ശുദ്ധി വരുത്തൽ നിർബന്ധമാണ്, അത് നിബന്ധനയാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫലോ തവദ്ദഅ ഖബലഹു, ഒരാൾ അതിന് മുമ്പ് എന്ത് ചെയ്തു? വുദൂ ചെയ്താൽ ലം യസ്വിഹ വുദൂ, ആ അഭിപ്രായ പ്രകാരം അവൻ്റെ വുദൂ എന്താവില്ല? സ്വഹീഹാവുകയില്ല. ലി ഹദീസിൽ മിഖ്ദാദി അൽ മുത്തഫഖ് അലൈഹി യഗ്സിലു ദക്കറഹു വ യതവല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? ആദ്യം ശുദ്ധി വരുത്തുന്നു, അതിനുശേഷം വുദൂ ചെയ്യുന്നു എന്നുള്ള ഹദീസ് ആണ് അവർക്കുള്ള തെളിവ്. ഇമാം നവവി റഹ്മഹുല്ല ഈ അഭിപ്രായത്തിന് താലീക്കായി കൊണ്ട് പറഞ്ഞു, വസ്സുന്നത്ത്, സുന്നത്ത് അൻ യസ്തൻജിയ ഖബലൽ വുദൂ, വുദൂഇന് മുമ്പ് എന്ത് ചെയ്യുക? ഇസ്തിൻജ നടത്തുക, ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് സുന്നത്ത്. അതാണ് നബിയുടെ ശരിയ. ലിയഖ്റുജ മിനൽ ഖിലാഫി, ഈ അഭിപ്രായത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമല്ല, അല്ലെങ്കിലും ഈ അഭിപ്രായ വ്യത്യാസമുള്ള ചില ഉലമാക്കൾ ആ വിഷയത്തിലുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? വുദൂ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ശുദ്ധി വരുത്തുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല വയഅ്മന ഇൻതിഖാദ തുഹ്രിഹി, അവൻ്റെ ശുദ്ധി വുദൂ മുറിഞ്ഞു പോകുന്നതിൽ തൊട്ട് നിർഭയമുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം വുദൂ ചെയ്തു പിന്നീട് ചിലപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ശുദ്ധി വരുത്തുമ്പോൾ അവൻ്റെ വുദൂ നഷ്ടപ്പെട്ടു പോയേക്കാം എന്നുള്ള കാരണത്താലും എന്താണ്? ആദ്യമേ ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് സുന്നത്ത്, അതാണ് വേണ്ടത്. അത് ചില ഉലമാക്കൾക്ക് അത് നിബന്ധനയാണ് എന്നുണ്ട് അഭിപ്രായം ഉണ്ട്. അയ്യുഹൽ മുസ്ലിം, അല്ലയോ മുസ്ലിമേ, ഇഹ്രിസ് അല തനസ്സുഹി മിനൽ ബൗൽ, മൂത്രത്തിൽ നിന്ന് ശുദ്ധി വരുത്തുന്നതിൻ്റെ മേൽ നല്ല ജാഗ്രത പാലിക്കണം. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ശുദ്ധി വരുത്താൻ നല്ല ജാഗ്രത വേണം. ഫഇന്ന അദമ തനസ്സുഹി മിൻഹു മിൻ മൂജിബാത്തി അദാബിൽ ഖബർ, കാരണം മൂത്രത്തിൽ നിന്ന് ശുദ്ധി വരുത്താതിരിക്കുന്നത്
അത് ഖബർ ശിക്ഷയെ നിർബന്ധമാക്കുന്ന കാര്യമാണ്. ഫഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തൻസിഹു മിനൽ ബൗൽ ഫഇന്ന ആമ്മത അദാബിൽ ഖബരി മിൻ. മൂത്രത്തിൽ നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ ശുദ്ധി വരുത്തുക. കാരണം ഖബറിൽ ജനങ്ങളെ അധികമായി ശിക്ഷിക്കപ്പെടുന്നത് ഇക്കാരണത്താലാണ്, മൂത്രത്തിൽ നിന്ന് ശുദ്ധി വരുത്താത്ത കാരണത്താലാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ദാറഖുത്നി ഉദ്ധരിക്കുന്നതാണ്. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ ഹദീസ് സ്വഹീഹുൽ ഇസ്നാദാണ്, അത് സ്വീകാര്യമായ പരമ്പരയിൽ വന്നിരിക്കുന്നതാണ്. അതിന് ഉപോത്ബലകമായ മറ്റുള്ള ഹദീസുകളുണ്ട്. വലഹു ഷവാഹിദു അസ്ലുഹു ഫി സ്വഹീഹൈൻ, അതിൻ്റെ അടിസ്ഥാനം എന്തുണ്ട്, ഇമാം ബുഖാരിയുടെ സ്വഹീഹിലും മുസ്ലിമിൻ്റെ സ്വഹീഹിലും വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ സൂക്ഷ്മത പാലിക്കൽ അനിവാര്യമാണ്. മലമൂത്ര വിസർജനം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് മൂത്രം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മൂത്രം ഒഴുക്കിക്കളയുക എന്നുള്ളത്, അങ്ങനെ ശുദ്ധി വരുത്തുക എന്നുള്ളത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അയ്യുഹൽ മുസ്ലിം, അല്ലയോ മുസ്ലിമേ, ഇന്ന കമാല ത്വഹാറത്തി യുസഹിലുൽ ഖിയാമ ബിൽ ഇബാദ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നീട് മുസന്നിഫ് പഠിപ്പിക്കുന്നത്. ഒരാൾ ശരിയായ രീതിയിൽ ശുദ്ധി വരുത്തിയാൽ അത് ഇബാദാത്തുകൾ ശരിയായി നിർവഹിക്കാൻ കൂടുതൽ അവനെ സഹായിക്കും. നമസ്കാരം നല്ല ശ്രദ്ധയോടെ നിർവഹിക്കണമെങ്കിൽ, മറ്റുള്ള ഇബാദാത്തുകൾ അതിൽ ശ്രദ്ധ വരണമെങ്കിൽ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്, ശുദ്ധി വരുത്തുന്നതിൽ എന്ത് ചെയ്യുക, ശ്രദ്ധ പാലിക്കുക. സമ്പൂർണ്ണമായി നല്ല രീതിയിൽ ഒരാൾ ശുദ്ധി വരുത്തുകയാണ് എങ്കിൽ അവൻ്റെ ഇബാദാത്തുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ സൂക്ഷ്മത പാലിക്കാൻ സാധിക്കും, നല്ല രീതിയിൽ അത് നിർവഹിക്കാൻ സാധിക്കും. വയുഈനു അലാ ഇത്മാമിഹ വ ഇക്മാലിഹ വൽ ഖിയാമി ബിമശ്റൂഅതിഹ. ഇത് ആ ഇബാദത്തിനെ സമ്പൂർണ്ണമായി ശരിയായി നിർവഹിക്കാൻ, ശരീഅത്ത് നിഷ്കർഷിക്കുന്ന രീതിയിൽ നിർവഹിക്കാൻ അവനെ സഹായിക്കുന്ന കാര്യമാണ്. കാരണം എന്താണ് ഇതിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, ഇമാം അഹ്മദ് അൽ ഇമാമു അഹ്മദ് റഹിമഹുല്ലാ അൻ റജുലിൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽ നിന്ന് ഒരു സ്വഹാബിയിൽ നിന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ബിഹിം സുബ്ഹ്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെയും കൊണ്ട് സുബ്ഹ് നമസ്കരിച്ചു. അങ്ങനെ ഫഖറ അർ-റൂമ ഫീഹ, സൂറത്തു റൂമാണ് സുബ്ഹ് നമസ്കാരത്തിൽ പാരായണം ചെയ്തത്. ഫഔഹമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിറാഅത്തിൽ ചില വഹമുകൾ സംഭവിച്ചു, ചില തെറ്റുകൾ സംഭവിച്ചു. അതായത് എന്ത് ചെയ്തില്ല, അതിൽ പാരായണത്തിൽ ചില ഇടർച്ചകളുണ്ടായി. ഫലമ്മൻ സർഫ, നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പറഞ്ഞു, ഇന്നഹു യുലബ്ബിസു അലൈനൽ ഖുർആൻ, അത് നമ്മുടെ മേൽ ഖുർആനിനെ എന്ത് ചെയ്തിരിക്കുന്നു, ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. അന്ന അഖ്വാമം മിൻകും യുസല്ലൂന മഅന, നിങ്ങളിൽ നിന്നുള്ള ചില ജനങ്ങൾ നമ്മുടെ കൂടെ നമസ്കരിക്കുന്നു. ലാ യുഹ്സിനൂനൽ വുദൂ, അവരെന്ത് ചെയ്യുന്നില്ല, വുദൂ നല്ല രീതിയിൽ നിർവഹിക്കുന്നില്ല. ഫമൻ ഷഹിദ സ്വലാത്ത മഅന, അങ്ങനെ അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ കൂടെ നമസ്കരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഫൽ യുഹ്സിനിൽ വുദൂ, എന്ത് ചെയ്യട്ടെ, വുദൂ നല്ല രീതിയിൽ നിർവഹിക്കുക. അപ്പോൾ ശുദ്ധി നല്ല രീതിയിൽ വരുത്തുക എന്നുള്ളത് എന്തിനു സഹായിക്കും, നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ സഹായിക്കും. അതുകൊണ്ട് ചില ഉലമാക്കൾ പറയുന്നുണ്ട്, ഒരാൾ നല്ല ചിട്ടയായി വുദൂ ചെയ്യുന്നുണ്ട്, ധൃതി പിടിച്ചുകൊണ്ട് വുദൂ അല്ല ചെയ്യുന്നത്, നല്ല സാവധാനം ചിട്ടയായി വുദൂ ചെയ്യുന്നുണ്ടോ എങ്കിൽ അവൻ്റെ നമസ്കാരവും എന്ത് ചെയ്യാൻ പറ്റും, ചിട്ടയായി നിർവഹിക്കാൻ സാധിക്കും. ഒരാൾ വളരെ ധൃതി പിടിച്ച് ശുദ്ധി വരുത്തുന്നതിൽ നിന്നും ശ്രദ്ധയില്ലാതെ വേഗതയിലാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് എങ്കിൽ നമസ്കാരവും എന്ത് ചെയ്യും, ആ രീതിയിൽ ശ്രദ്ധയില്ലാത്തതായി തീരും എന്ന് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത് കാണാം. വഖദ് അസ്നല്ലാഹു അലാ അഹ്ലി മസ്ജിദ് ഖുബ ബിഖൗലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദ് ഖുബയിലുള്ള ആളുകളെ പ്രശംസിക്കുന്നുണ്ട്. ഖുർആനിൽ കാണാം, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അവിടെ ചില ആളുകളുണ്ട്, പള്ളിയിൽ ചില ജനങ്ങളുണ്ട്, അവർ ശുദ്ധി വരുത്തുന്നതിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ ശുദ്ധി വരുത്തുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടവുമാണ്. ഇതിനെക്കുറിച്ച് വലമ്മാ സുഇലു അൻ സിഫത്തി ഹാദ തതഹുരി, അവരുടെ ഈ ശുദ്ധീകരണത്തിൻ്റെ രീതിയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഖാലു ഇന്നാ നുത്ബിഉൽ ഹിജാറത അൽ മാഅ, റവാഹുൽ ബസ്സാർ, ബസ്സാർ ഉദ്ധരിക്കുന്നതാണ്. അതായത് അവർ എന്ത് ചെയ്യും, ആദ്യം
ഇസ്തിജ്മാർ ചെയ്യും, പിന്നെ ഇസ്തിൻജാ ചെയ്യും. അതായത് കല്ലുപയോഗിച്ച് ശുദ്ധി വരുത്തും, ശേഷം എന്ത് ചെയ്യും? വെള്ളം ഉപയോഗിച്ച് ശുദ്ധി വരുത്തും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ശുദ്ധി വരുത്തുന്നതിൽ ശ്രദ്ധ പാലിക്കുന്നവരാണ് അവർ എന്നുള്ളതിനാൽ അവരെ അള്ളാഹു എന്ത് ചെയ്യുന്നു? പ്രത്യേകം പ്രശംസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വഹുന അമ്രു യജിബു അത്തൻബീഹു അലൈഹി, ഇവിടെ ശ്രദ്ധിക്കൽ അനിവാര്യമായൊരു കാര്യമുണ്ട്. വഹു അന്ന ബഅദൽ അവാമി യദുന്നു അന്നൽ ഇസ്തിൻജാ മിനൽ വുദൂ, ചില ജനങ്ങൾ വിചാരിക്കുന്നത് ശുദ്ധി വരുത്തുക എന്നുള്ളത്, മലമൂത്ര വിസർജനത്തിൽ നിന്ന് ശുദ്ധി വരുത്തുക എന്നുള്ളത് വുദൂഇൻ്റെ ഭാഗം തന്നെയാണ് എന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. ഫൈദാ അറാദ അൻ യതവദ്ദഅ ബദഅ ബിൽ ഇസ്തിൻജാ, അതുകൊണ്ട് അവർ വുദൂ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ശുദ്ധി വരുത്താൻ പോകും. ഇങ്ങനെ ചെയ്യുന്ന ചില ജനങ്ങളുണ്ട്. അതായത് വുദൂഇൻ്റെ ഭാഗം തന്നെയാണിത് ശുദ്ധി വരുത്തുക. എപ്പോൾ വുദൂ ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം എന്ത് വേണം? ഇസ്തിൻജാ ചെയ്യണം. അതായത് മലമൂത്ര വിസർജനത്തിൽ നിന്നുള്ള ശുദ്ധി വരുത്തണം. ഇതാണ് ചില ആളുകളുടെ ധാരണ. വലൗ കാന ഖദ് ഇസ്തൻജാ സാബിഖൻ ബഅദ ഖളാഇൽ ഹാജ, അവൻ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധി വരുത്തിയിട്ടുണ്ടാകും ആദ്യമേ, എന്നാൽ പോലും പിന്നെ വുദൂ ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? അങ്ങനെ ശുദ്ധി വരുത്തൽ അനിവാര്യമാണ് എന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. വഹാദ ഖതഉൻ, അതെന്താണ്? പിഴവാണ്, ശരിയായ നിലപാടല്ല. ലിഅന്നൽ ഇസ്തിൻജാ ലൈസ മിനൽ വുദൂ, കാരണം ഇങ്ങനെ ശുദ്ധി വരുത്തുക എന്നുള്ള വുദൂഇൻ്റെ ഭാഗമല്ല. വഇന്നമാ ഹുവ മിൻ ശുറൂതിഹി, എന്നാൽ വുദൂഇൻ്റെ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഷർത്തിൽപ്പെട്ടതാണ് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. വമഹല്ലുഹു ബഅദൽ ഫറാഗ് മിൻ ഖളാഇൽ ഹാജ, അതിൻ്റെ സ്ഥാനം എപ്പോഴാണ്? മലമൂത്ര വിസർജനത്തിൽ നിന്ന് വിരമിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? ശുദ്ധി വരുത്തേണ്ടത്. പിന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതല്ല, നിയമപരമല്ല. വലാ ദാഇയ ലിതക്റാരിഹി മിൻ ഗൈരി വുജൂദി മൂജിബിഹി, അനിവാര്യമായ കാര്യങ്ങളൊന്നുമില്ലാതെ വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതെന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, അതിലേക്ക് ഒരാവശ്യവുമില്ല. വഹുവ ഖളാഉൽ ഹാജത്ത്, അനിവാര്യമാക്കുന്നത് മലമൂത്ര വിസർജനം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ശുദ്ധിയാക്കണം. വ തലവ്വുസുൽ മഖ്റജ് ബി നജാസത്ത്, അതേപോലെ തന്നെ മലമൂത്ര വിസർജനം പുറപ്പെടുന്ന ഭാഗത്ത് എന്തുണ്ടാവുക? നജസ് ഉണ്ടാവുക ഏതെങ്കിലും മാർഗേണ, എന്നാൽ എന്ത് ചെയ്യണം? ശുദ്ധി ഉണ്ടാക്കണം. അതല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യേണ്ടതില്ല? വുദൂ ചെയ്യുന്നതിന് മുമ്പ് ശുദ്ധി വരുത്തൽ അനിവാര്യമില്ല. അയ്യുഹൽ മുസ്ലിം, അല്ലയോ മുസ്ലിമേ, ഹാദാ ദീനുനാ ദീനു ത്വഹാറത്തി വന്നദാഫ വന്നസാഹ, നമ്മുടെ ഈ ദീൻ ശുദ്ധിയുടെ, വൃത്തിയുടെ, വെടുപ്പിൻ്റെ ദീനാണ്. അതാബി അഹ്സനിൽ ആദാബി വ അക്രമിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല മര്യാദകളുമായി, സ്വഭാവങ്ങളുമായിട്ടാണ് ഈ ദീൻ നമ്മിലേക്ക് എത്തിയിരിക്കുന്നത്. ഇസ്തൗഅബ കുല്ലമാ യഹ്താജുഹുൽ മുസ്ലിം, ഒരു മുസ്ലിമിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ദീനിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വകുല്ലമാ യുസ്ലിഹുഹു, അവന് നന്മ വരുത്തുന്ന എല്ലാം ഈ ദീൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വലം യുഗ്ഫിൽ ഷൈഅൻ ഫീഹി മസ്ലഹത്തുൻ ലന, നമുക്ക് എന്തെങ്കിലും ഗുണമുള്ള ഒന്നിനെ എന്ത് ചെയ്തിട്ടില്ല? ഈ ദീൻ അവഗണിച്ചിട്ടില്ല, അതിന് അശ്രദ്ധമായി വിട്ടുകളഞ്ഞിട്ടില്ല. ഫലില്ലാഹിൽ ഹംദു വൽ മിന്ന, അതുകൊണ്ട് അള്ളാഹുവിനാണ് എല്ലാവിധ സ്തുതികളും. വനസ്അലുഹു തബാത അലാ ഹാദദ്ദീൻ, ഈ ദീനിൽ അടിയുറപ്പിച്ച് നിർത്താൻ നാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. വത്തബസ്സുറ ഫി അഹ്കാമിഹി, അതിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും. വൽ അമല ബി ശറാഇഹി, അതിലുള്ള നിയമങ്ങളെ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖിനും അള്ളാഹുവിനോട് ചോദിക്കുന്നു. മഅൽ ഇഖ്ലാസു ലില്ലാഹി ഫി ദാലിക്, അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഖ്ലാസ് വേണമെന്നും എന്ത് ചെയ്യുന്നു? ഇഖ്ലാസോടുകൂടി നിർവഹിക്കാനുള്ള തൗഫീഖും അള്ളാഹുവിനോട് ചോദിക്കുന്നു. ഹത്താ യകൂന അമലുനാ സ്വഹീഹൻ മഖ്ബൂലൻ, എന്നാൽ മാത്രമേ നമ്മുടെ അമലുകൾ എന്താവും? സ്വീകാര്യമായതും ശരിയായതും ആയിത്തീരുകയുള്ളൂ. ഇതാണ് മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കുന്ന അധ്യായം. ശേഷം മറ്റൊരു അധ്യായത്തിൽ മുസന്നിഫ് ഹഫിളഹുല്ല പറയുന്നു, ബാബുൻ ഫിസ്സിവാക്കി വ ഖിസാലിൽ ഫിത്ര, പല്ല് തേക്കുന്നതിൻ്റെ മസ്അലകളും അതേപോലെ വ ഖിസാലിൽ ഫിത്ര, ഫിത്രത്തിൻ്റെ കാര്യങ്ങൾ, പ്രകൃതത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അതിനെ സംബന്ധിച്ചുമാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. അതിൽ സിവാക്കുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. പല്ല് തേക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. റവത്ത് ഉമ്മുൽ മുഅ്മിനീന ആയിഷത്തു റളിയല്ലാഹു അൻഹാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ആയിഷ റളിയല്ലാഹു അൻഹ മുഅ്മിനീങ്ങളുടെ മാതാവ് ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിവാകു മത്ഹറത്തുൻ ലിൽ ഫമി മർദാത്തുൻ ലിറബ്ബി, പല്ല് തേക്കുന്നത് വായന് ശുദ്ധി വരുത്തുന്നതും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതുമായ കാര്യമാണ്. റവാഹു അഹ്മദ് വഗൈറു. അപ്പോൾ വളരെ
വലിയ ശ്രേഷ്ഠതയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരാൾ പല്ല് തേക്കുമ്പോൾ അത് മുഖേന അവൻ്റെ വായ ശുദ്ധിയാകുന്നു. അതിനേക്കാൾ അപ്പുറം അവൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതുണ്ട് പല്ല് തേക്കുന്നതിലുണ്ട്. വസബത ഫി സ്വഹീഹൈനി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഫിത്റത്തു ഖംസുൻ, ശുദ്ധ പ്രകൃതി 5 കാര്യങ്ങളാണ്. അതിലൊന്ന് അൽ ഖിത്താൻ, ചേലാകർമ്മം ചെയ്യുക എന്നുള്ളതാണ്, സുന്നത്ത് കർമ്മം നിർവഹിക്കലാണ്. വൽ ഇസ്തിഹദാദ്, ഗുഹ്യ രോമങ്ങൾ നീക്കം ചെയ്യലാണ്. വഖസ്സു ഷാരിബ്, മീശ വെട്ടിച്ചെറുതാക്കലാണ്. വനത്ഫുൽ ഇബ്തി, കക്ഷരോമം പറിച്ചെടുക്കലാണ്. വതഖ്ലീമുൽ അദ്ഫാർ, നഖം മുറിക്കലാണ്. ഈ 5 കാര്യങ്ങൾ ശുദ്ധ പ്രകൃതിയുടെ ഭാഗമാണ്. വഫി സ്വഹീഹൈൻ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അഹ്ഫു ഷവാരിബ വഅഫുൽ ലിഹ, മീശ നിങ്ങൾ വെട്ടിച്ചെറുതാക്കുക, താടി നിങ്ങൾ സമൃദ്ധമായി നീട്ടി വളർത്തുക. ഞാൻ 3 ഹദീസുകളാണ് ഇവിടെ ഇതിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷം പറയുന്നു, മിൻ ഹാദിഹിൽ അഹാദീസി വമാ ജാഅ ബിമഅനാഹ അഖദൽ ഫുഖഹാഉ അൽ അഹ്കാമ താലിയ. ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നും ഇതേപോലുള്ള വേറെ ഹദീസുകളിൽ നിന്നും ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ താഴെ പറയുന്നതായ വിധികൾ ഹുക്കുമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് മഷ്റൂഇയ്യത്തു സിവാക്ക്, പല്ല് തേക്കുക എന്നുള്ളതിൻ്റെ നിയമപരതയാണ്. പല്ല് തേക്കൽ എന്താണ്, സുന്നത്താണ്, പ്രധാനപ്പെട്ട സുന്നത്താണ്. അതിൻ്റെ വിധി എങ്ങനെയാണ്? എന്താണ് പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ? സിവാക്ക് എന്ന് പറഞ്ഞാൽ വഹു ഇസ്തിഅമാലു ഊദിൻ ഔ നഹ്വിഹി, ഒരു മരക്കഷ്ണമോ അല്ലെങ്കിൽ അതുപോലുള്ളതോ ഉപയോഗിക്കലാണ്. എവിടെ ഉപയോഗിക്കലാണ്? ഫിൽ അസ്നാനി വൽ ലിസത്തി, പല്ലുകളിലും പല്ലിൻ്റെ മോണയിലും. എന്തിനാണത്? ലിയുദ്ഹിബ മാ അലിക ബിഹിമാ മിൻ സുഫ്രത്തിൻ വറായിഹ, പല്ലിലും മോണയിലുമെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്ന അതിൻ്റെ മഞ്ഞ നിറം അല്ലെങ്കിൽ മോശപ്പെട്ട ദുർഗന്ധം, ഇതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാണ് പല്ല് തേക്കുക എന്ന് പറയുന്നത്. വഖദ് വറദ അന്നഹു മിൻ സുനനിൽ മുർസലീൻ, ഇത് മുർസലീങ്ങളുടെ സുന്നത്തുകളിൽപ്പെട്ടതാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹമ്മദും മറ്റുമെല്ലാം ഉദ്ധരിച്ചിരിക്കുന്നതായ ഹദീസിൽ, ഇമാം തുർമുദിയെല്ലാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അർബഉ മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യങ്ങൾ മുർസലീങ്ങളുടെ, മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ മുഴുവനും സുന്നത്തിൽപ്പെട്ടതാണ്. അത്തഅത്തൂർ, അതിലൊന്ന് സുഗന്ധം ഉപയോഗിക്കലാണ്. വന്നിക്കാഹ്, വിവാഹം കഴിക്കലാണ്. വസ്സിവാക്ക്, പല്ല് തേക്കലാണ്. വൽ ഹയ, അതേപോലെ ലജ്ജയുണ്ടാവുക എന്നുള്ളത്, ഇതെല്ലാം അമ്പിയാക്കളുടെ മുർസലീങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ഫഅവ്വലു മൻ ഇസ്താക ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ആദ്യമായി അങ്ങനെ പല്ല് തേക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ് എന്ന് ചില നിവേദനങ്ങൾ കാണാം. വഖദ് ബയ്യന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു മത്വഹറത്തുൻ ലിൽ ഫം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായ്ക്ക് മത്വഹറത്താണ് എന്ന് പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐ മുനദ്ദിഫുൻ ലഹു മിമ്മാ യുസ്തകറ, വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അതിനെ ശുദ്ധീകരിക്കുന്നതാണ്, വൃത്തിയാക്കുന്നതാണ് വായെ. വഅന്നഹു മർദാത്തുൻ ലിറബ്ബ് എന്ന് പറഞ്ഞാൽ ഐ യുർളി റബ്ബ തബാറക വ തആല, അതെന്ത് ചെയ്യും? അള്ളാഹു തആലയെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, പല്ല് തേച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. അതേപോലെ വഖദ് വറദ ഫീ ബയാനിഹി വൽ ഹസ്സി അലൈഹി അക്സറു മിൻ മിഅത്തി ഹദീസ്, ഇതിനെ പ്രേരിപ്പിക്കുന്ന, അതിനെ വിശദീകരിക്കുന്ന 100-ലധികം ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അത്രയ്ക്കും ഗൗരവമുള്ള കാര്യമാണ് പല്ല് തേക്കൽ. അതുകൊണ്ട് നമുക്കറിയാം, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾ അവരുടെ കയ്യിൽ എന്ത് ചെയ്യും, കരുതും. മിസ്വാക്ക് ചെയ്യാൻ, പല്ല് തേക്കാൻ വേണ്ടിയിട്ടുള്ള അറാക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഉപകരണം കയ്യിൽ തന്നെ എന്ത് ചെയ്യും, കരുതും. കാരണം അത്രയധികം ഇതിനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്. മിമ്മ യദുല്ലു അലാ അന്നഹു സുന്നത്തുൻ മുഅക്കദ ഹസ്സ ശാരിഉ അലൈഹി വറഗബ ഫീ, ഇത് അതിശക്തമായ സുന്നത്താണ് എന്നുള്ളതിലേക്ക് അറിയിക്കുന്നതാണ് ഷാരിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെന്ത് ചെയ്തു, പ്രോത്സാഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു.
വലഹു ഫവായിദുൻ അദീമ, അതിന് ധാരാളം പ്രയോജനങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. മിൻ അഅ്ളമിഹ വഅജ്മഇഹ മാ അഷാറ ഇലൈഹി ഫി ഹാദൽ ഹദീസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, സമഗ്രമായൊരു നേട്ടമാണ് ഈ ഹദീസിൽ പറഞ്ഞ അസ്സിവാഖു മത്ഹറത്തുൻ ലിൽ ഫമി മർദാത്തുൻ ലിർ റബ്ബ്. വായയെ ശുദ്ധീകരിക്കും, അതേപോലെ തന്നെ എന്ത് ചെയ്യും, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വയക്കൂനു തസവ്വുഖു ബിഊദിൻ ലയ്യിനി. ഇത് കുറച്ച് കുറയ്ക്കണോ, തണുപ്പ് കൂടുതലുള്ളതാണോ? അപ്പോൾ എന്തുകൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്? മിസ്വാക്ക് ചെയ്യേണ്ടത് വയക്കൂനു തസവ്വുഖു ബിഊദിൻ ലയ്യിനി. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്, നമുക്ക് ബ്രഷ് വാങ്ങിക്കാൻ കിട്ടുന്ന ബ്രഷ് തന്നെ പല കാറ്റഗറി ഉണ്ട്. സോഫ്റ്റ് ആയതുണ്ട്, അതുപോലെ മീഡിയം ഉണ്ട്, ഹാർഡുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലയ്യിനായതാണ്, വളരെ മൃദുലമായതാണ് എന്ത് ചെയ്യേണ്ടത്, പല്ല് തേക്കാൻ ഉപയോഗിക്കേണ്ട ഊതാകേണ്ടത്. മീൻ അറാക്കിന്, ഒന്നുകിൽ അറാക്ക് എന്നുള്ള അറിയപ്പെട്ട ഒരു മരക്കഷ്ണമാണ്. ഔ സൈത്തൂൻ, അല്ലെങ്കിൽ സൈത്തൂനിൻ്റെ, ഒലീവിൻ്റെ കമ്പ്. ഔ ഉർജൂൻ. ഉർജൂൻ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ മടൽ ഉണങ്ങിയതിനാണ് പറയുന്നത്. ഉർജൂൻ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. ഔ ഗൈരിഹ മിമ്മാ ലാ യതഫത്തതു വലാ യജ്റഹുൽ ഫം. വായ പൊട്ടലുണ്ടാക്കാത്ത, പരിക്കേൽപ്പിക്കാത്ത, വളരെ സോഫ്റ്റായതായിരിക്കണം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. വളരെ പരുക്കമായതല്ല എന്ത് ചെയ്യേണ്ടത്, പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. വളരെ സോഫ്റ്റ് ആയതുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. വയുസന്നു സിവാഖു ഫി ജമീഇൽ ഔഖാത്ത്. എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്യൽ, പല്ല് തേക്കൽ സുന്നത്താണ്. ഹത്താ ലിസ്വാഇമി ഫി ജമീഇൽ യൗം. എത്രത്തോളം എന്നാൽ നോമ്പെടുത്ത ആളാണെങ്കിൽ പോലും പകലിൻ്റെ എല്ലാ സമയത്തും എന്ത് ചെയ്യാം, പല്ല് തേക്കാം, അത് സുന്നത്താണ്. ചില ഉലമാക്കൾ ഉച്ചയ്ക്ക് ശേഷം അതിനെ കറാഹത്താണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതിനെന്തില്ല, തെളിവുകളില്ല. നോമ്പുകാരനാണെങ്കിൽ പോലും പകലിൽ ഏത് സമയത്തും ഉച്ച കഴിഞ്ഞാലും എല്ലാം എന്ത് ചെയ്യാം, പല്ല് തേക്കൽ സുന്നത്ത് തന്നെയാണ്. അല സ്വഹീഹ്, അതാണ് ശരിയായ അഭിപ്രായം. വയതഅക്കദു ഫി ഔഖാത്തിൻ മഖ്സൂസ. അപ്പോൾ എല്ലാ സമയത്തും അത് സുന്നത്താണെങ്കിലും ചില സമയങ്ങളിൽ പ്രത്യേകമായി എന്തുണ്ട്, മുഅക്കദായ ശക്തമായ സുന്നത്താണ്. ആ സമയങ്ങൾ ഏതെല്ലാമാണ്? ഫയതഅക്കദു ഇൻദൽ വുദൂ. വുദൂഇൻ്റെ സമയത്ത് പല്ല് തേക്കൽ പ്രത്യേക ശക്തമായ സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുദൂഇൻ. എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ വുദൂഇൻ്റെ സമയത്തും പല്ല് തേക്കാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കൽപ്പിച്ചാൽ അത് നിർബന്ധമായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൽപ്പിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്നതാണ്. ഓരോ വുദൂ ചെയ്യുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുക, പല്ല് തേക്കുക എന്നുള്ളത്. ഫൽ ഹദീസു യദുല്ലു അലാ തഅക്കുദി ഇസ്തിഹ്ബാബി സിവാകി ഇൻദൽ വുദൂ. വുദൂഇൻ്റെ സമയത്ത് മിസ്വാക്ക് ചെയ്യൽ അത് സുന്നത്താണ് എന്ന്, അതിൻ്റെ സുന്നത്താകൽ ശക്തമായ സുന്നത്താണ് എന്നുള്ളതിൻ്റെ മേൽ അത് അറിയിക്കുന്നുണ്ട്. വയക്കൂനു ദാലിക ഹാലൽ മദ്മദ. അത് ചെയ്യുന്നത് ഏത് സമയത്താണ്? വായ കുപ്പിളിക്കുന്ന സമയത്താണ് അത് ചെയ്യേണ്ടത്. ലിഅന്ന ദാലിക അബ്ലഗു ഫിൽ ഇൻഖാഇ വതൻദീഫിൽ ഫമി. അപ്പോൾ കൂടുതൽ വായ ശുദ്ധീകരിക്കുന്നതിനും അതിനെ വൃത്തിയാക്കുന്നതിനും അത് സഹായിക്കും എന്നുള്ളതിനാലാണ് വായ കുപ്പിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പല്ല് തേക്കുക എന്നുള്ളത്. വയതഅക്കദു സിവാഖ്. അപ്പോൾ അതാണ് ഒരു സ്ഥലം ശക്തമായ സുന്നത്താകുന്നത് വുദൂ ചെയ്യുമ്പോൾ. വയതഅക്കദു സിവാഖു അയ്ളൻ ഇൻദ സ്വലാം. അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ സമയത്തും പല്ല് തേക്കൽ ശക്തമായ സുന്നത്താണ്. വുദൂ എടുത്തു കഴിഞ്ഞു നമസ്കരിക്കാൻ പോവുകയാണ്, ആ സമയത്തും എന്ത് ചെയ്യാം, പല്ല് തേക്കാം. ഫർദൻ ഔ നഫലൻ. അത് ഫർദ് നമസ്കാരമാകട്ടെ സുന്നത്താകട്ടെ. ലിഅന്നനാ മഅ്മൂറൂന ഇൻദ തഖർറുബി ഇലല്ലാഹ്. കാരണം നമ്മൾ അള്ളാഹുവിലേക്കുള്ള അടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ടവരാണ്. അള്ളാഹുവിലേക്ക് ഒരാൾ കൂടുതൽ അടുക്കുന്നത് എപ്പോഴാണ്? നമസ്കരിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് സുജൂദിലെല്ലാം കിടക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സന്ദർഭമാണ്. അങ്ങനെ കൽപ്പിക്കപ്പെടുമ്പോൾ അന്നകൂന ഫി ഹാലി കമാലിൻ വ നദാഫത്തിൻ ഇദ്ഹാറൻ ലിഷർഫിൽ ഇബാദ. അപ്പോൾ അത് സമ്പൂർണ്ണമായ ശുദ്ധിയുടെ മേലാകെ തീരാൻ വേണ്ടിയിട്ട്, നല്ല വൃത്തിയുടെ മേലായി തീരാൻ വേണ്ടിയിട്ട്, ആ ഇബാദത്തിൻ്റെ പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്യുക, സിവാക്ക് ചെയ്യുക എന്നുള്ളത് കൂടുതൽ ശക്തമായ സുന്നത്താണ്. അതുപോലെ വയതഅക്കദു സിവാഖു അയ്ളൻ ഇൻദൽ ഇന്തിബാഹി മിനൻ നൗമി മിൻ നൗമിൽ ലൈലി ഔ നൗമിൻ നഹർ. ഒരാൾ രാത്രിയിൽ കിടന്നുറങ്ങി
അല്ലെങ്കിൽ പകലിൽ കിടന്നുറങ്ങി ഉറക്കത്തിന് ശേഷം ഉണരുമ്പോഴും പല്ല് തേക്കൽ ശക്തമായ സുന്നത്താണ്. കാരണം ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ഖാമ മിനൽ ലൈലി യഷൂസു ഫാഹു ബിസ്സിവാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ മിസ്വാക്ക് കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? വായ തേക്കുമായിരുന്നു. ഇത് കാണാം. ഉണർന്നാൽ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുമായിരുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയുടെ അരികിൽ തന്നെ എന്തുണ്ടാകും? പറയുന്ന അറാക്കുണ്ടാകും. ഉണർന്നാൽ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്യുക എന്താണ്? അതെടുത്ത് വായ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. വദാലിക ലിഅന്ന അന്നൗമ തതഗയ്യറ മഅഹു റായിഹത്തുൽ ഫം. കാരണം ഉറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും വായയുടെ വാസന പകർച്ചയായിട്ടുണ്ടാകും, ദുർഗന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ലിതസാഉദി അബ്ഖറത്തിൽ മഇദ. അതിൻ്റെ കാരണം എന്താണ്? ആമാശയത്തിൽ നിന്ന് വരുന്നതായ ഗ്യാസും അതുപോലുള്ള കാരണങ്ങൾ, അസിഡിറ്റി, ഇതെല്ലാം എന്തു ചെയ്യും? ഉള്ള കാരണത്താൽ എന്ത് ചെയ്യും? വായയുടെ റായിഹത്ത്, അതിൻ്റെ മണം പകർച്ചയായിട്ടുണ്ടാകും. വസിവാഖു ഫി ഹാദിഹിൽ ഹാലി യുനദ്ദിഫുൽ ഫമ മിൻ ആസാരി. അപ്പോൾ ആ സമയത്ത് വായ മിസ്വാക്ക് ചെയ്യുന്നത് വായ ശുദ്ധീകരിക്കാൻ, ഈ ഇതിൻ്റെ അസറുകൾ, അതിൻ്റെ പ്രതിഫലനങ്ങളിൽ നിന്ന് വായ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യുക? പല്ല് തേക്കുക. വയതഅക്കദു സിവാഖു അയ്ളൻ ഇൻദ തഗയ്യുരി റായിഹത്തിൽ ഫമി ബിഅക്ലിൻ ഔ ഗൈരി. അതേപോലെ തന്നെ വായയുടെ മണം, അതിന് ദുർഗന്ധം ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യാം? അത് ചെയ്യാം. ചിലപ്പോൾ ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ദുർഗന്ധമുണ്ടാകാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണത്താൽ വായയ്ക്കെപ്പോഴാണോ പകർച്ച ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം എന്ത് ചെയ്യാം? പല്ല് തേക്കൽ ശക്തമായ സുന്നത്താണ്. അതേപോലെ വയതഅക്കദു അയ്ളൻ ഇൻദ ഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തും ശക്തമായ സുന്നത്താണ്. ലിതൻദീഫിൽ ഫമി വതത്യീബിഹി ലിതിലാവത്തി കലാമില്ലാഹി അസ്സ വജൽ. അള്ളാഹുവിൻ്റെ കലാമാണ് വായിക്കുന്നത്, പാരായണം ചെയ്യുന്നത്. അപ്പോൾ വായ നല്ല ശുദ്ധിയായിരിക്കുക എന്നുള്ള കാരണത്താൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പും വായ ശുദ്ധീകരിക്കുക. ഇനി എങ്ങനെയാണ് ഈ പറയുന്ന വായ ശുദ്ധീകരിക്കേണ്ടത്? വസിഫത്തു തസവൂക്കി. പല്ല് തേക്കുന്നതിൻ്റെ രൂപം അൻ യുമിറൽ മിസ്വാക അലാ ലിസ്സതിഹി വ അസ്നാനിഹി. അവൻ എന്ത് ചെയ്യുക? മിസ്വാക്ക് അതിനെ അവൻ്റെ മോണയുടെ മേലും അതേപോലെ അവൻ്റെ പല്ലുകളുടെ മേലും ചലിപ്പിക്കലാണ്, ഓടിക്കുക. ഫയബ്തദിഉ മിനൽ ജാനിബിൽ ഐമനി ഇലൽ ജാനിബിൽ ഐസർ. വലതു ഭാഗത്തു നിന്ന് തുടങ്ങി ഇടതു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക? ചലിപ്പിക്കുക. വയുംസിക്കുൽ മിസ്വാക ബിയദിഹിൽ യുസ്ര. ഇടത് കയ്യിൽ എന്ത് ചെയ്യുക? മിസ്വാക്ക് പിടിക്കുകയും ചെയ്യുക. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഉലമാക്കൾക്ക്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അതുപോലെ ഹനാബിലകൾ, ഹംബലി മദ്ഹബിലെല്ലാം ഇടത് കൈ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? മിസ്വാക്ക് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു ഇടതും വലതും മുന്തിക്കുന്നതിൽ പറഞ്ഞ കാര്യം എന്താണ്? മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ഇടതുകൊണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ രണ്ട് രീതിയിൽ, ഒന്ന് മാലിന്യത്തെ നീക്കം ചെയ്യുക എന്നുള്ളതും ഇതിലുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ശുദ്ധി വരുത്തുക, അല്ലെങ്കിൽ ഒരു തജമ്മുൽ, ഭംഗിയാക്കുക എന്നുള്ളതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ചീകുമ്പോൾ വലതിനെയാണ് മുന്തിക്കുക. അപ്പോൾ അതുപോലെ ഭംഗിയാവുക എന്നുള്ളത് അതിലുണ്ട്. അതുകൊണ്ട് ചില ഉലമാക്കൾ പറഞ്ഞ എന്താണ്? വലത് കൈ കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം വലത് കൈ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്. എന്നാൽ ഹംബലി മദ്ഹബ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്യുക? പല്ല് തേക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് എങ്ങനെയാണോ സൗകര്യം അതേപോലെ എന്ത് ചെയ്യാവുന്നതാണ്. നസ്സിൽ എന്ത് ചെയ്തിട്ടില്ല, ഖുർആനിലോ സുന്നത്തിലോ കൃത്യമായിട്ട് പരാമർശിക്കപ്പെടാത്ത ഒരു കാര്യമാണ്. ഇതാണ് പല്ല് തേക്കുന്നതുമായി ബന്ധപ്പെട്ട മസ്അലകൾ. ഇതിനുശേഷം ഖിസാലുൽ ഫിത്ര ആണ്. അത് 5 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ സംസാരിക്കാം.